ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് കാര്യം പറയാം. നമ്മൾ കുറേ നാളായിട്ട് പിണങ്ങിയിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സില്ലേ, ഒരു 2 വർഷം 3 വർഷം മേ ബി 10 വർഷം അത്രയൊക്കെ. നമുക്ക് ചിലപ്പോൾ താല്പര്യം കാണും അവരോട് മിണ്ടണം, പിണക്കം മാറ്റണം. പക്ഷേ നമ്മുടെ ഈഗോ കാരണം നമ്മൾ ചിലപ്പം അവരുടെ അടുത്ത് മിണ്ടാൻ താല്പര്യം കാണിക്കത്തില്ല. അവർ പറയും നമ്മളെന്താ വിളിക്കാത്തതെന്ന്. നമ്മൾ വിചാരിക്കും അവരെന്താ ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന്, അവൻ വിളിക്കട്ടെ അല്ലെങ്കിൽ അവൾ വിളിക്കട്ടെ. അങ്ങനെ നമ്മൾ ആ ഈഗോ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ട് വന്ന് അതൊരു വലിയ ഇഷ്യൂ ആക്കും. പിന്നെ മേ ബി കുറേ നാൾ കഴിഞ്ഞ് എവിടെയെങ്കിലും വെച്ച് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുമ്പം ചിലപ്പം നമ്മൾ കാണാതെ പോലെ പോവും, അല്ലെങ്കിൽ കണ്ടാലും ജസ്റ്റ് ചിരിക്കും, അല്ലെങ്കിൽ ഹായ് ബൈ പറയും. എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മൾ സെയിം ജെൻഡറിൻ്റെ ഇടയ്ക്കാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈഗോ ഒക്കെ വിട്ട് ചിലപ്പോൾ ചെന്ന് സംസാരിക്കും, പഴയൊരു ഇൻറ്റിമസിയിലേക്ക് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയായിട്ട് പിണങ്ങി. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, ഞങ്ങൾ ഡേയ്സ് സ്കോളേഴ്സ് ആയിരുന്നല്ലോ. ആ ടൈമിൽ പുള്ളിക്കാരത്തി ഫാസ്റ്റിൽ നടന്നു, ബസ്സിൽ കയറിപ്പോയി. ഞാൻ വന്നപ്പോൾ എനിക്ക് ബസ് മിസ്സായി. ആ ഒറ്റ ഒരു റീസണിൽ ഞങ്ങൾ പിണങ്ങി. പിന്നെ ഇതുവരെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. +2 കഴിഞ്ഞു, കോളേജിലെത്തി, കല്യാണം കഴിഞ്ഞു, പിള്ളേരായി, എന്നിട്ടും ആ പിണക്കം അവസാനിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. പക്ഷേ എനിക്കറിയില്ല അത്രയും വലിയൊരു റീസണാണോ ഇത്, പിണങ്ങാനുള്ള റീസണാണോ ഇതൊക്കെ എന്ന് എനിക്കറിയില്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നമ്മൾ മിണ്ടാതിരിക്കാം എന്ന് ചിന്തിച്ച്, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് സംസാരിക്കുന്ന കോൺവെർസേഷൻ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ എന്താണോ പിന്നെ മിണ്ടിയിട്ടില്ല. +2 സമയത്തൊക്കെ ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇത്രയും പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടായിരുന്നു എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ രണ്ടുപേരും മിണ്ടിയില്ല. അവൾ എന്നോട് മിണ്ടാനും വന്നില്ല, ഞാൻ അവളുടെ അടുത്ത് മിണ്ടാനും പോയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു FB റിക്വസ്റ്റ് ഇടാം, പക്ഷേ അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ഒരു മിസ്സിങ് തോന്നുന്നൊക്കെയുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ. അതുപോലെ പറയുവാണെങ്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ചെറിയൊരു ഈഗോ കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഓർക്കും എനിക്ക് ജാടയാണ്, അതുകൊണ്ടാണ് മിണ്ടാത്തതെന്നൊക്കെ. പക്ഷേ ഇപ്പം നമ്മളതൊക്കെ റിയലൈസ് ചെയ്യുന്നു, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനാണ് നമ്മൾ ആ സമയമൊക്കെ വേസ്റ്റ് ചെയ്തത്, എന്തിനാണ് പിണങ്ങിയത് അല്ലേ? നമുക്കൊക്കെ ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ സൈക്കോളജിയൊക്കെ കുറച്ച് പഠിച്ചതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചിന്തിക്കാൻ സമയത്ത് ചിന്തിച്ചില്ല, ലേറ്റായി പോയത്. അന്ന് നമുക്ക് ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഇന്ന് പക്ഷേ അതൊക്കെ ഓർത്തിട്ട് നമുക്കൊരു റിഗ്രറ്റ് അല്ലേ. സാരമില്ല, എല്ലാം ശരിയാവും. താങ്ക് യു.